ഇപ്പം എല്ലാ വിഭാഗം ശാസ്ത്രങ്ങളെയും നമ്മുടെ പൂർവാചാര്യന്മാർ സൂത്രരൂപത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ ഭക്തിയെ സംബന്ധിക്കുന്ന ഒരു സൂത്രമാണ് ഇത്. നമുക്ക് പതുക്കെ അതിലേക്ക് പ്രവേശിക്കാം. നേരത്തെ പറഞ്ഞു 80-ലധികം സൂത്രങ്ങളാണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ സൂത്രം ഒന്നിലേക്ക് കിടക്കുകയാണ്. അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ. ഇതാണ് ഒന്നാമത്തെ സൂത്രം. അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ. ഒന്നുകൂടി പറയാം. അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ. മുറിച്ച് പറയാം, അപ്പോൾ എളുപ്പമാവും. അഥ അതഃ ഭക്തിം വ്യാഖ്യാസ്യാമഃ. അഥ എന്ന് പറഞ്ഞാൽ അനന്തരം, അനന്തരം. അതഃ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട്, അതുകൊണ്ട്, അതിനാൽ. ഭക്തിം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്തിം, ഭക്തിയെ, ഭക്തിയെ. വ്യാഖ്യാസ്യാമഃ, നാം വ്യാഖ്യാനിക്കാം. ബഹുവചനമാണ്. ഇതാണ് ഒന്നാമത്തെ സൂത്രം. അനന്തരം, അതുകൊണ്ട് ഭക്തിയെ നാം വ്യാഖ്യാനിക്കാം. തുടക്കല്ലേ ഇത്? ഒന്നാമത്തെ സൂത്രമല്ലേ? അതെ. അപ്പം പിന്നെ അഥ എന്ന് പറഞ്ഞാൽ ശരിയുണ്ടോ? അനന്തരം എന്ന് പറഞ്ഞാൽ ശരിയുണ്ടോ? അനന്തരം എന്ന് നമ്മൾ പറയുക എന്തെങ്കിലും പറഞ്ഞിട്ട് പിന്നെ വേറൊന്ന് പറയുമ്പോഴാണ്. നീ ആ കടയിൽ പോയിക്കോളൂ കേട്ടോ, അനന്തരം അപ്പുറത്ത് രാമേട്ടൻ്റെ വീട്ടിലും കൂടി പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അവിടെ അനന്തരം എന്ന് പറഞ്ഞാൽ യോജിക്കും. അല്ലാണ്ട് അനന്തരം നീ കടയിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ അനന്തരം? അപ്പം പിന്നെ ആദ്യം തന്നെ അനന്തരം എന്ന് പറഞ്ഞാൽ ശരിയുണ്ടോ? ഇതാണ് ചോദ്യം. മറുപടി, നമ്മുടെ എല്ലാ സൂത്രഗ്രന്ഥങ്ങളും ആരംഭിക്കുന്നത് അഥ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഭക്തിസൂത്രം മാത്രമല്ല, എല്ലാ കൃതികളും ആരംഭിക്കുന്നത് അഥ ശബ്ദത്തോടു കൂടിയാണ്. സൂത്രങ്ങൾ എന്താ അതിന് കാരണം എന്നാണെങ്കിൽ രണ്ട് നിലയ്ക്ക് അർത്ഥം മനസ്സിലാക്കാം. ഒന്ന്, അതിൻ്റെ അർത്ഥചിന്തനാണ് അഥ. അല്ലെങ്കിൽ അധശബ്ദം ഉച്ചരിക്കുന്നത് തന്നെ മംഗളാചരണമായിട്ടാണ് നമ്മുടെ പൂർവാചാര്യന്മാർ ഗണിച്ചിട്ടുള്ളത്. ഏതൊരു കൃതി ആരംഭിക്കുമ്പോഴും, ഏതൊരു പരിപാടി ആരംഭിക്കുമ്പോഴും, ഏതൊരു പഠനം ആരംഭിക്കുമ്പോഴും, ഏതൊരു പണി ആരംഭിക്കുമ്പോഴും മംഗളാചരണം പതിവുണ്ട്. ഇല്ലേ? നമ്മൾ ഏതെങ്കിലും ജോലി തുടങ്ങുകയാണെങ്കിൽ ആദ്യം മനസ്സിലൊന്ന്, പുറത്തൊന്നും കാണിച്ചില്ലെങ്കിലും അവനവൻ്റെ ഇഷ്ടദേവതയോ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ അല്ലെങ്കിൽ ഗുരുനാഥനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മളൊരു പണി തുടങ്ങുക. അല്ലേ? അങ്ങനെയല്ലേ പതിവ്? അങ്ങനെയല്ല? അങ്ങനെ ആവണം. ഏതൊരു ജോലി തുടങ്ങലും, ഇന്നതൊന്നില്ല, ഏത് ജോലി തുടങ്ങലും അത് അളവറ്റ ഊർജം നമുക്ക് നൽകും. അളവറ്റ ഊർജം. കഴിഞ്ഞ ദിവസം ഈ ഒരു പുതിയ ശാസ്ത്രശാഖയാണ് ഇപ്പോൾ ഈ ന്യൂറോ തൊറാസിക്. കാർഡിയോ തൊറാസിക് പണ്ടേ ഉണ്ട്, ഒരു വികസിതമായി വളരെ വികസിച്ച് വരുന്ന ന്യൂറോ തൊറാസിക് സർജറിയുടെ മേഖല. അതിൽ പ്രഗത്ഭനായൊരു ഡോക്ടർ ആയിട്ട് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. വളരെ സങ്കീർണമായ ശസ്ത്രക്രിയ അവർ ചെയ്യുന്നത്. കാരണം തലച്ചോറിലെ അതിസൂക്ഷ്മങ്ങളായ കോശങ്ങൾ ബന്ധപ്പെടുന്ന സർജറിയാണ്. മാത്രമല്ല ന്യൂറോ തൊറാസിക് സർജറി 10-20 മണിക്കൂറാണ്. തിയേറ്ററിലും കയറ്റി കഴിഞ്ഞാൽ, കീറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 10-20 മണിക്കൂർ കഴിഞ്ഞിട്ടേ തീരുന്നുള്ളൂ. അത്ര ദീർഘമായി പോകുന്ന സർജറികളാണ്.
അപ്പം അതിൽ ഇന്ന് വരെ ഒരു പരാജയം വന്നിട്ടില്ലാത്തൊരു ഡോക്ടറെ പരിചയപ്പെട്ട് സംസാരിക്കാൻ കഴിഞ്ഞപ്പോൾ ഇത്രയും ദീർഘമായിട്ടുള്ള സർജറിയൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നിന്ന നിൽപ്പിൽ ഇരിക്കാൻ പറ്റുമോ? ആ ഡോക്ടർക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ, നിൽക്കണ്ടേ? നമുക്ക് 10 മണിക്കൂർ വെറുതെ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കയറി 20 മണിക്കൂറൊക്കെ നിൽക്കുക പറഞ്ഞാൽ അതും സങ്കീർണമായിരിക്കുന്ന സർജറി ചെയ്തിട്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, അതൊന്നും അറിയില്ല സ്വാമി, അറിയേയില്ല തുടങ്ങിക്കഴിഞ്ഞാൽ. ആദ്യം നമ്മൾ ഈശ്വരനെ ഒന്ന് മനസ്സിൽ വിചാരിക്കും, പിന്നെ അമ്മേനെ അച്ഛനെ ഒന്ന് മനസ്സിൽ വിചാരിക്കും, വൈദ്യശാസ്ത്രം പഠിപ്പിച്ച ഗുരുനാഥന്മാരെ മനസ്സിൽ വിചാരിക്കും. അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോണ അറിയില്ല. പിന്നെ ഒക്കെ കൂടി കൂട്ടി തുന്നാൻ അസിസ്റ്റൻറ്റുമാരെ ഏൽപ്പിച്ചാലേ മുമ്പ് മാറുള്ളൂ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ആയിട്ടുണ്ടാവും, രാവും പകലും കടന്നു പോയിട്ടുണ്ട്. ഏത് ജോലിയിലും അങ്ങനെയാണ്, ഏത് ജോലിയും എന്നതെന്ന് പറയാൻ പറ്റില്ല. നമ്മൾക്ക് ഏത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഗുരുവന്ദനത്തോടു കൂടി തുടങ്ങും, അല്ലെങ്കിൽ ഈശ്വരവന്ദനത്തോടു കൂടി തുടങ്ങും. അത് മംഗളാചരണമാണ്. അതുപോലെ ചില മംഗള ശബ്ദങ്ങളെ ഉച്ചരിക്കുന്നതും മംഗളാചരണമായിട്ടാണ് കൂട്ടുന്നത്. അതിൽ ഓം, അഥ ഈ 2 ശബ്ദങ്ങളാണ് മുഖ്യമായിട്ട് പരമ്പരകളായി ഉപയോഗിച്ചു വരുന്ന മംഗളാചരണ ശബ്ദങ്ങൾ. ഓം എന്നൊന്ന്, അല്ലെങ്കിൽ അഥ എന്ന്. അതെന്താ വെച്ചാൽ അത് വേദത്തിൻ്റെ ആദ്യോച്ചാരണ. വേദം ആരംഭിക്കുന്നത് ഓം അഥ എന്ന് പറഞ്ഞ, എന്നിട്ടാണ് ബാക്കി ഋഗ്വേദാണെന്ന് വെച്ചാൽ അഗ്നിമേളെ പുരോഹിതം എന്ന് കൊണ്ട് തുടങ്ങണത്. ആദ്യം ഓം അഥ എന്ന. അതുകൊണ്ട് ഓംകാരശ്ചാധ ശബ്ദശ്ച ദ്വാവേദൗ ബ്രഹ്മണപുരാ കണ്ഠം ഭിത്വാ വിനിർയാതൗ തസ്മാൻ മാംഗളികാവുഭൗ. ഓംകാരശ്ചാധ ശബ്ദശ്ച, ഓം എന്നുള്ള ശബ്ദവും അഥ എന്ന ശബ്ദവും, ദ്വൗ ഏതൗ ഈ 2ഉം, പുരാ പണ്ട് പണ്ട്, ബ്രഹ്മണ കണ്ഠം ഭിത്വാ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മാവിൻ്റെ കണ്ഠത്തെ ഭേദിച്ച് വിനിർയാതവ് പുറത്തേക്ക് ചാടിയതാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ കണ്ഠം ഭേദിച്ച് പുറത്തേക്ക് ചാടിയതാണിത് ഓം അഥ എന്ന ശബ്ദങ്ങൾ. അല്ലെങ്കിൽ വേദത്തിൻ്റെ കണ്ഠം ഭേദിച്ച് ആദ്യമായിട്ട് പുറത്തേക്ക് ചാടിയ ശബ്ദങ്ങളാണ് ഈ കണ്ഠം ഭിത്വാ വിനിർയാതവ്. വളരെ ശ്രദ്ധിക്കണം. കണ്ഠം ഭേദിച്ച് പുറത്തേക്ക് വന്ന് ആലോചിച്ചുണ്ടാക്കി പറഞ്ഞൊന്നുമല്ല, അങ്ങോട്ട് ചാടിയതാ പുറത്തേക്ക്. അതേ നിലനിൽക്കും കേട്ടോ, അതാ പരമാർത്ഥമായിട്ടുള്ളത്. ആലോചിച്ചുണ്ടാക്കി പറയണതൊന്നുമല്ല. നമ്മൾ ആലോചിച്ചുണ്ടാക്കി പലതും നമുക്ക് പഠിപ്പിക്കാം, പറയാം, ഒക്കെ ചെയ്യാം. അതൊന്നും അല്ല നിലനിൽക്കുക. പിന്നെ നിലനിൽക്കണം എന്താ? സ്വാഭാവികമായിട്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാ നിലനിൽക്കുക. എന്താ അഭിപ്രായം? അതേ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന നമ്മുടെ അഭിപ്രായം. അനുകൂലിക്കാം, പ്രതികൂലിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരി. അപ്പോൾ തസ്മാത് അതുകൊണ്ട് മാംഗളികാവുഭൗ ഈ 2ഉം മാംഗളികങ്ങളാണ്, മംഗളവാചികളാണ് എന്ന് പറയും. വ്യക്തമാണല്ലോ. അപ്പോൾ അഥ എന്നുള്ളത് മംഗളവാചിയാണ്. രണ്ടാമത്തെ അർത്ഥം, അതുകൊണ്ട് ഇവിടെ ആദ്യം മംഗളാചരണത്തോട് തുടങ്ങി അഥ ശബ്ദത്തോടു കൂടി. വേറൊരർത്ഥം അഥ എന്ന് പറഞ്ഞാൽ അനന്തരം എന്ന അർത്ഥം. അതിന് ശേഷം ഇപ്പോൾ ബഹുശാസ്ത്രങ്ങളെ പഠിച്ച് പ്രാഥമികമായി ശബ്ദശാസ്ത്രമൊക്കെ പഠിച്ച് വിവിധ ശാസ്ത്രങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അനന്തരം ഇത് പഠിക്കുക. തുടക്കമില്ലല്ലോ. തുടക്കമുണ്ടോ? തുടക്കമില്ല, അങ്ങനെ പോരുക. അതിന് മുമ്പ് പഠിച്ചു. എപ്പോഴാണ് തുടങ്ങിയത്? ആർക്കും അറിയുന്നേ? അത് സ്വാമി വിദ്യാരംഭം കുറിച്ചപ്പോഴാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ വേദാരംഭം കുറിച്ചപ്പോഴാണ് തുടങ്ങിയത്? അല്ല സ്വാമി ഉപനയനം ചെയ്തപ്പോഴാണ് തുടങ്ങിയത്. അതുമല്ല, നമ്മൾ അമ്മയുടെ വയറ്റിൽ പുറത്തേക്ക് വന്ന് അമ്മയിൽ നിന്ന് ആദ്യോപദേശങ്ങൾ കേൾക്കുമ്പോൾ, ആദ്യവാക്യങ്ങൾ കേൾക്കുമ്പം തന്നെ അത് തുടക്കാമെന്ന് പറയാൻ വയ്യ. നമ്മുടെ ഉള്ളിൽ സംസ്കാരങ്ങളുണ്ട്. അഥ അനന്തരം കൂട്ടിച്ചേർക്കുക. ഓക്കെ.
ചിന്തിച്ചു വെക്കുക. അനുകൂലിക്കാം, പ്രതികൂലിക്കാം, നല്ല സ്വാതന്ത്ര്യമുണ്ട്. മൂന്നാമത്തെ അർത്ഥം, നമ്മളൊക്കെ ഇപ്പം ശാസ്ത്രം പഠിക്കുക. ശാസ്ത്രത്തിൽ ആരാ അധികാരികൾ? ഭക്ഷണം കഴിക്കാൻ ആരാ അധികാരികളെന്ന് ചോദിച്ചാൽ എല്ലാ ജന്തുക്കളും ഭക്ഷണം കഴിക്കാൻ അധികാരികളാണ്, അല്ലേ? അല്ല, മനുഷ്യന് വല്ല വിശേഷമുണ്ടോ? ഇല്ല. എല്ലാ ജന്തുക്കളും ഭക്ഷണം കഴിക്കാൻ അധികാരികളാണ്. വെള്ളം കുടിക്കാൻ ആരാ അധികാരികൾ? എല്ലാ ജന്തുക്കളും വെള്ളം കുടിക്കാൻ അധികാരികളാണ്. ജന്തു എന്ന് പറയുമ്പോൾ സസ്യം ഉൾപ്പെടുവേ, ജീവരാശികൾ മുഴുവൻ. ശരി, ശാസ്ത്രത്തിൽ ആരാ അധികാരികൾ? അത് മനുഷ്യരാ. മറ്റുള്ള ജന്തുക്കളുടെ ശാസ്ത്രം നമുക്കറിയില്ല. ഉണ്ടാവും, അവയ്ക്കും ഉണ്ടാവും ശാസ്ത്രം, അവയുടേതായ ശാസ്ത്രം നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ ശാസ്ത്രങ്ങളിലൊക്കെ അധികാരികൾ മനുഷ്യന്മാരാ, വേറൊരു പരിഗണനയില്ല. അപ്പം നമുക്കൊക്കെ മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ മനുഷ്യരായി ജനിച്ചു. അല്ലെങ്കിൽ മനുഷ്യരാവാൻ യോഗ്യത നൽകുന്ന ജന്മമെങ്കിലും നമുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു, അല്ലേ? അങ്ങനെ പറയാലോ. എന്താ അഭിപ്രായം? ഈ ശബ്ദം ഒന്നും കുറയ്ക്കണം. ഈ മനുഷ്യരാവുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള വിഷയമാണ്. എന്നാൽ അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യരാവാൻ യോഗ്യത നൽകുന്ന ജന്മമെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് വേണം? ഇനി ദിവസം നഷ്ടപ്പെടുത്തരുത്, ഈ ജീവിതം നഷ്ടപ്പെടുത്തരുത്. കാരണം ഏറ്റവും വിലയേറിയ ജന്മമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഏറ്റവും വലിയ സമ്പത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പുരുഷോ വാവ സുകൃതം, പുരുഷോ വാവ സുകൃതം എന്ന് സാക്ഷാൽ വേദം പോലും പറയും. മനുഷ്യജന്മത്തിൻ്റെ മഹിമയാണ് പറയണത്. നല്ലപോലെ ചെയ്യപ്പെട്ടവനാണ് മനുഷ്യൻ, നല്ലപോലെ ചെയ്യപ്പെട്ടവനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മം നമുക്ക് ലഭിച്ചിരിക്കുക. ഇതിൻ്റെ വില നമ്മൾ ഓർമ്മിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് ഒരർത്ഥമില്ലാതെ ജീവിതം നയിച്ച് അവസാനം തിരിഞ്ഞു നോക്കി ദുഃഖിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വേദത്തിൽ 2 മന്ത്രമുണ്ട്. കിമഹം സാധുനാകരവം, കിമഹം പാപമകരവം. എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല, എന്തുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു. എപ്പോഴാന്ന് മനസ്സിലായല്ലേ മന്ത്രം? എപ്പോഴാ? അവസാനത്തെ കിടപ്പിൽ ഒന്നും ചെയ്യാൻ വയ്യാണ്ട് അങ്ങനെ കിടക്കുമ്പോൾ ആലോചന വരിക, എത്ര വയസ്സായി, എത്ര കൊല്ലായി, എത്ര കൊല്ലം അവിടെ ജീവിച്ചു, എത്ര ടണ്ണ് ഭക്ഷണം കഴിച്ചു. എത്ര കിൻഡലല്ല പറഞ്ഞത്, എത്ര ടണ്ണ്. എന്താ ഉണ്ടാവില്ലേ? കൂട്ടി നോക്കൂ, അപ്പോൾ കിട്ടും. ഒരു ദിവസം എത്ര ഗ്രാം കഴിക്കും നോക്കിയാൽ മതി. ഒരു ദിവസം എത്ര ഗ്രാം കഴിക്കും? അരി, പച്ചക്കറി, പഴങ്ങൾ, വെള്ളം, ചായ, കാപ്പി, പിന്നെ ബാക്കി പറയുകയാണെങ്കിൽ പറയാം, ചിറക്, കൊമ്പ്, അങ്ങനെയൊക്കെയുള്ള ജാതി വസ്തുക്കളെയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഗ്രാം ഒരു ദിവസം കഴിക്കുന്ന അഭിപ്രായം? പോരാ. എത്രയോ? ഒരു ദിവസം. ശരി, ഒന്ന് കൂട്ടി നോക്കൂ. എന്താ കൂട്ടുന്നതിന് കുറവ്? വെള്ളമടക്കം കൂട്ടി നോക്കൂ. കിലോഗ്രാം കണക്കിന് ഓരോ ദിവസവും. അതിനെ നമ്മൾ 365 കൊണ്ട് ഗുണിച്ചാൽ ഒരു കൊല്ലത്തത്. അതിനെ നമ്മൾ ഒരു 60 കൊണ്ട് ഗുണിച്ചാൽ ഒരു 65 വയസ്സുള്ള ഒരാൾ ഇത്രയും കാലം കഴിച്ച ഭക്ഷണമായി. ഞെട്ടിപ്പോവും. വലിയ നാഷണൽ പെർമിറ്റ് ലോറി ഒരു 5-6 എണ്ണം അങ്ങനെ നിർത്തിയിട്ട് ഇതൊക്കെ ഒരാൾ നീ കഴിച്ചതാട്ടോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല കേട്ടോ, ഞാൻ കുറച്ചേ കഴിക്കുമെന്ന് പറയും. ശരി, ഓരോ ദിവസത്തെയും കൂട്ടി ഗുണിച്ചു നോക്കിയാൽ മനസ്സിലാവും.
ഇതൊക്കെ ചെയ്തിട്ട് നീ എന്ത് ചെയ്തു ഇവിടെ? ഞാൻ എന്താ നല്ലത് ചെയ്യാതിരുന്നത്? ഞാൻ എന്തുകൊണ്ട് പല തെറ്റുകളും ചെയ്തു എന്ന് സ്വയം പരിതപിച്ചിട്ട് ഒരു പ്രയോജനമില്ല, ഒരു കാര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഈ മനുഷ്യജന്മം ലഭിച്ച സ്ഥിതിക്ക് ഇതിനെ ശ്രേഷ്ഠമാക്കാൻ പരിശ്രമിക്കണം. ആ ഒരു ചിന്തയാണ് അഥ അനന്തരം. അതഹ, അതുകൊണ്ട്. ഏതുകൊണ്ട്? മനുഷ്യന്റെ പരമജന്മ ലക്ഷ്യത്തിലേക്ക് ഉയരാൻ. എന്താ പരമജന്മ ലക്ഷ്യം? അതൊരു പ്രശ്നമാണ്. ഓരോരോ വ്യക്തിയുടെ കാഴ്ചപ്പാടിനനുസരിച്ച് ലക്ഷ്യത്തെക്കുറിച്ച് വിഭിന്നങ്ങളായ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. ഒരാൾ പറയുന്നത് വേറൊരാൾക്ക് സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. ഒരാൾ പറയുക എൻ്റെ ജന്മലക്ഷ്യം മോക്ഷമാണ്, വേറൊരാൾക്ക് എന്താ മോക്ഷം എന്നറിയില്ല. അയാളത് അംഗീകരിക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. വേറൊരാൾ പറയുകയാണ് എനിക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യം. ഈശ്വരൻ എന്നുള്ളൊരു ആശയം തന്നെ അറിയാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് എന്ത് ഈശ്വര സാക്ഷാത്കാരം? ഇപ്പം വിഭിന്നങ്ങളായ ആശയങ്ങൾ മറുപടി വരാം. എങ്കിലും എല്ലാവർക്കും സമ്മതമാകുന്നത് പറയാം. സുഖം. എന്താ അഭിപ്രായം? സുഖം വേണം. ആർക്കെങ്കിലും വേണ്ടാന്ന അഭിപ്രായം ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് സുഖം വേണ്ട എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? അഥവാ എനിക്ക് ദുഃഖം വേണം എന്നുള്ള അഭിപ്രായക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ സുഖപ്രാപ്തി, ദുഃഖ നിവൃത്തി, ഇതാണ് ജന്മലക്ഷ്യം. ആരും എതിർക്കും തോന്നുന്നില്ല. വേറെ ഇപ്പോൾ വൈകുണ്ഠാന്ന് പറഞ്ഞാൽ എതിർപ്പ് വരും, കൈലാസാന്ന് പറഞ്ഞാൽ എതിർപ്പ് വരും, മോക്ഷമാന്ന് പറഞ്ഞാൽ എതിർപ്പ്, സ്വർഗമാന്ന് പറഞ്ഞാൽ എതിർപ്പ് വരും, ഒക്കത്തിന് എതിർപ്പ് വരും. ഇതിനെ ആരും എതിർക്കില്ല. ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി, ഇന്ത്യക്കാരൻ, അമേരിക്കക്കാരൻ, ആഫ്രിക്കക്കാരൻ, അറേബ്യക്കാരൻ, ഒരു വ്യത്യാസമില്ല. എല്ലാവരും സുഖമാണ് ആഗ്രഹിക്കുന്നത്. ഏത് സുഖം? പരമമായ സുഖം, അളവറ്റ സുഖം. ഇപ്പം ലോകത്തിൽ നമുക്ക് പല സുഖങ്ങളും ഉണ്ട്. അതൊക്കെ പരിമിത സുഖങ്ങളാണ്. ഈ പരിമിതങ്ങളായ സുഖങ്ങൾ നേടുന്നതിനനുസരിച്ച് നമ്മൾ തേടുകയാണ് അപരിമിതമായ സുഖം. എന്ത് 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 എന്ന്. ഇതാണ് മനുഷ്യന്റെ ജന്മലക്ഷ്യം. ഈ ലക്ഷ്യത്തിലേക്ക്, അപരിമിതമായ സുഖത്തിലേക്ക് നമുക്ക് ഉയരേണ്ടതുണ്ട്. അതിന് ഏറ്റവും ലളിതമായ സാധനയായിട്ട്, സമ്പത്തായിട്ട് ആചാര്യന്മാർ മുഴുവൻ പറയുന്നത് ഭക്തിയെയാണ്. വളരെ ലളിതമായതായിട്ട് സാധനയായിട്ട്. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഗീത പറയും. പരമമായ സത്യസാക്ഷാത്കാരത്തിലേക്ക് ഉയരാനും പരമമായ ജന്മലക്ഷ്യത്തെ പ്രാപിക്കാനും ഭക്തിയുടെ മാർഗമാണ് പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഭക്തിയെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും ഭക്തിയെ സംബന്ധിച്ച് ഉള്ള ശാസനങ്ങൾ തന്നെ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പം മറ്റു വിഷയങ്ങളിലൊക്കെ നമുക്ക് ശാസ്ത്രങ്ങൾ ലഭിക്കും. ഭക്തിയെ സംബന്ധിച്ച് സ്വാഭാവിക എന്നാണ് വിചാരിക്കുന്നത്. വൈകാരികമാണ് ഭക്തി എന്നൊക്കെ ആൾക്കാർ പറയുക. അങ്ങനെ ശാസ്ത്രീയമായൊരു ബോധം ഇല്ലാതെ വരുമ്പോൾ ഭക്തിയുടെ പേരിൽ പല അനർത്ഥങ്ങളും ഉണ്ടായി വരും. എന്തൊക്കെയാണ് ഉണ്ടാവുക? ഒരാൾ ഭക്തിയുടെ പേരിൽ ഒരു വലിയ കൊളുത്തിൽ തൂങ്ങിയെന്ന് വിചാരിച്ചോളൂ. എനിക്കതിനോട് വിരോധമൊന്നുമില്ല. അത് തൂങ്ങിക്കോട്ടെ, നമുക്കെന്താണ്. പക്ഷേ വേറൊരാളെ തൂക്കിയാലോ അത് അംഗീകരിക്കാൻ പറ്റുമോ? എന്താ, കാണാൻ പറ്റില്ല ചില ക്ഷേത്രങ്ങളിൽ. അയ്യോ, കാണാൻ വയ്യ. ഈ കേരളത്തിൽ ഏറ്റവും അധികം കണ്ടിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ്. നൂറുകണക്കിന് ആൾക്കാരെ ഈ പുറത്ത് കൊളുത്തിട്ടിട്ട് അന്ന് പൊക്കത്തിൽ തൂക്കിയിട്ട് വാഹനത്തിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് കാണാം. കഴിഞ്ഞ ദിവസം കണ്ടു,
കുറേ കുട്ടികളുടെ ഇവിടെ ഇങ്ങനെ തുളച്ചിട്ട് ഇപ്പുറത്തെ കൂടെ എടുത്തിട്ട് രണ്ട് ഭാഗത്തും ചെറുനാരങ്ങയും തൂക്കിയിട്ട് അവരിങ്ങനെ നൃത്തം ചെയ്യുക. എന്താ ചെയ്യുക? ഒക്കെ ഭക്തിയുടെ വരില്ല. ആ കുട്ടികൾ സ്വന്തം ഇഷ്ടത്തിന് തുളച്ചതാണെന്ന് വെച്ചാൽ എനിക്ക് വിരോധമൊന്നുമില്ല, അതാവില്ല. എന്തൊക്കെയാ നടക്കുന്നത്? അതുകൊണ്ട് ഭക്തിയെ സംബന്ധിച്ച് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. അതിനാൽ ഭക്തിം, ഭക്തിയെ, എന്താണ് ഭക്തി എന്നുള്ളതിനെ വ്യാഖ്യാസ്യാമ, നോം വ്യാഖ്യാനിക്കാം. അവിടെ എന്തിനാ നോം ബഹുവചനം? ഏകവചനം പറഞ്ഞാൽ പോരെ? വ്യാഖ്യാസ്യാമി, ഞാൻ വ്യാഖ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അതിന് പകരം നമ്മൾ വ്യാഖ്യാനിക്കുന്നു എന്ന് എന്തിനാ പറയുന്നത്? കോഴിക്കോട്ടുകാരാണെങ്കിൽ തിരക്കേടില്ല. കോഴിക്കോട് പൊതുവെ ബഹുവചനം കൂടുതലാണ്, ശ്രദ്ധിച്ചില്ലേ? ഇല്ല, കോഴിക്കോട് പൊതുവെ ഞാൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെന്നാണ്. അതെ. അപ്പോൾ നാരദൻ കോഴിക്കോട്ടുകാരനാവുമോ? അറിയില്ല. പിന്നെന്താണ് അപ്പം മനസ്സിലാക്കേണ്ടത്? ഒന്ന്, ആത്മാദരം കൊണ്ട് ബഹുവചനം വരാം. ആത്മാദരം, തന്നെ ആദരിക്കാൻ നമ്മൾ പഠിക്കണം. ചിലർ വിചാരിച്ചിട്ടുള്ളത് സ്വയം ബഹുമാനിക്കുന്നതിന് മോശമെന്നാണ്. വലിയ അഹങ്കാരിയാന്നൊക്കെ പറയും. എന്തിനാ അങ്ങനെ പറയുന്നത്? മറ്റുള്ളവരെയും ആദരിക്കാൻ പഠിക്കണം, തന്നെയും ആദരിക്കാൻ പഠിക്കണം. മറ്റുള്ളവരിലും ആദരവ് വേണം, തന്നിലും ആദരവ് വേണം. ആ ആദരാതിശയത്തെ കാണിക്കാൻ ബഹുവചനാവാം. ഒന്ന്. രണ്ട്, എടോ ഇത് ഞാനായിട്ട് പറയല്ല കേട്ടോ. നമ്മുടെ ഗുരുനാഥന്മാർ, അവരുടെ ഗുരുനാഥന്മാർ, അവരുടെ ഗുരുനാഥന്മാർ, ഇങ്ങനെ ബഹുപണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രോഡീകരിച്ച് പറഞ്ഞു തരുന്നത്. അപ്പം ഇത് ഒരു വ്യക്തി ചെയ്യുന്ന വ്യാഖ്യാനമല്ല. നമ്മൾ അനേക ആചാര്യന്മാരുടെ ഉപദേശങ്ങളെ സമാഹരിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുകയാണ് എന്ന് പൂർവാചാര്യന്മാരുടെ സമ്മതി കൂടി എടുത്ത് കാണിക്കാൻ ഈ ബഹുവചന പ്രയോഗം നല്ലതാണ്. ആത്മാദരമാവാം, അതിന് യാതൊരു വിരോധവും ഇല്ല. ഈ ആത്മാദരം മോശമെന്നാണ് ചിലർക്ക് വിചാരം. എന്നെ ഒന്നിനും കൊള്ളില്ലേ, ഞാൻ ഒരു പാവാണ്, എന്തിനത്? ഞാൻ കേമനാന്ന് പറഞ്ഞോളൂ. എല്ലാവർക്കും കേമത്വമില്ലേ? ഇല്ല. എന്തെങ്കിലും കേമത്വമില്ലാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഒരാൾ ഒരു മേഖലയിൽ കേമനാവും, വേറൊരാൾ വേറൊരു മേഖലയിൽ കേമനാവും. ഏതെങ്കിലും മേഖലയിൽ നമ്മളൊക്കെ കേമന്മാരാ, ഇല്ലേ? എന്താ അഭിപ്രായം? അതെ, ഏതെങ്കിലും മേഖലയിൽ എല്ലാവരും ഉണ്ടാവും. കഴിഞ്ഞ ദിവസം നാൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, സ്വാമി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, നിങ്ങൾ എന്താ ചെയ്യണത്? ഞാനിങ്ങനെ ജീവിച്ച് പോകണമെന്നല്ലാട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കും, പിന്നെ കിടന്നുറങ്ങും കാര്യമായിട്ട്. അത് വലിയ സിദ്ധിയല്ലേ? തോന്നുമ്പോൾ ഉറങ്ങാൻ അല്ലെങ്കിൽ കഴിയുമോ? ആർക്കാ കഴിയുക? ഒരു 8 മണിക്കൂർ 9 മണിക്കൂറിലൊക്കെ അധികം ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. ഇയാൾ ഇഷ്ടംപോലെ ഉറങ്ങും, അത് സിദ്ധിയാണ്, അത് മഹിമയാണത്. നമ്മളൊന്നിനെയും മോശമായി കാണരുത്. എന്തെങ്കിലും കഴിവ് എല്ലാവർക്കും ഉണ്ടാവും. ഒന്നുമില്ല പരദൂഷണം പറയാനുള്ള കഴിവ്, അല്ലെങ്കിൽ നുണ പറയാനുള്ള കഴിവ്, എന്തെങ്കിലും ഒന്നുണ്ടാവും, ഇല്ലേ? ചിത്രകല, ശില്പകല, സംഗീതം, നൃത്തം, എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും. ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ കേമന്മാർ തന്നെയാണ്, മോശക്കാരൊന്നുമല്ല. ആത്മാദരം വേണം, നിർബന്ധമാണ്. ഏതായാലും ഇത് ഒന്നാമത്തെ സൂത്രം ഒരു പ്രതിജ്ഞാസൂത്രമാണ്. എന്താ പ്രതിജ്ഞ? ഭക്തിയെ വ്യാഖ്യാനിച്ചോളാം കേട്ടോ. ഭക്തിയെ വ്യാഖ്യാനിച്ചോളാം. വ്യാഖ്യാനിക്കുക പറഞ്ഞാൽ വിസ്തരിച്ച് ആഖ്യാനം ചെയ്യുക, വിശേഷേണ വിസ്തൃതമായി ആഖ്യാനം ചെയ്യുക. ആഖ്യാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും പറയുകയാണ്, വിസ്തൃതമായിട്ട് പറയുക. ബോധിപ്പിക്കുക. അപ്പോൾ വ്യക്തമായി ബോധിപ്പിക്കുകയാണ്, വിശദമായിട്ട് ബോധിപ്പിക്കുകയാണ്. അതാണ് വ്യാഖ്യാനം. അതിനുവേണ്ടി നമ്മൾ പുറപ്പെടുകയാണ്
എന്ന് പ്രതിജ്ഞ. ഇപ്പോൾ 2 പേര് പ്രതിജ്ഞ ചെയ്തു. ആരൊക്കെയാണ് പ്രതിജ്ഞ ചെയ്തത്? ഒന്ന് രചന ചെയ്യുന്ന ആചാര്യൻ പ്രതിജ്ഞ ചെയ്തു, ഞാൻ ഭക്തിയെ വ്യാഖ്യാനിച്ചു കൊള്ളാം. 2 വായിക്കുന്ന ആൾ പ്രതിജ്ഞ ചെയ്തു, എന്ത്? ഞാനിത് പൂർണ്ണമായി പഠിച്ചു കൊള്ളാം. ഇല്ലേ? 2 പേര് തമ്മിലൊരു കരാറാണ്. അതുപോലെ പറയുന്ന ആൾ പറഞ്ഞു, ഞാൻ ഭക്തിസൂത്രങ്ങളെ മുഴുവൻ വ്യാഖ്യാനിക്കാം. കേൾക്കുന്ന ആൾ പറഞ്ഞു, എന്ത്? ഞാൻ ഭക്തിസൂത്രങ്ങളെ മുഴുവൻ പഠിക്കാം. ഒരു പ്രതിജ്ഞയാണ്. പ്രതിജ്ഞാലംഘനം പാടില്ല. പ്രതിജ്ഞ ചെയ്താൽ അത് ലംഘിക്കാൻ പാടില്ല. നിർവിഘ്നമായി പരിസമാപിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മംഗളാചരണം ചെയ്ത് 1-ാമത്തെ സൂത്രം പ്രതിജ്ഞയാണ്. വ്യക്തമാണല്ലോ ഇല്ലേ? എന്താ സൂത്രം? അഥാതോ ഭക്തിം വ്യാഖ്യാസ്യാമഃ.